കനേഡിയൻ മണ്ണിൽ നടന്ന ആക്രമണങ്ങളിലെ ഗൂഢാലോചനയെക്കുറിച്ച് പ്രധാനമന്ത്രിക്ക് മോദിക്ക് അറിയാമെന്ന് കനേഡിയൻ സുരക്ഷാ ഏജൻസികൾ വിശ്വസിക്കുന്നുവെന്നും ജയശങ്കറിനും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിനും ഇതിൽ പങ്കുണ്ടെന്നും ആരോപിച്ച് ഗ്ലോബ് ആൻഡ് മെയിൽ പത്രം കഴിഞ്ഞ ആഴ്ചയായിരുന്നു ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ എന്നിവരെ വധത്തെക്കുറിച്ച് അറിയിച്ചതായിട്ടുള്ള ദി ഗ്ലോബ് ആൻഡ് മെയിലിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടാണ് കാനഡ തള്ളിയത്. കാനഡയ്ക്കുള്ളിലെ ഗുരുതരമായ കുറ്റകൃത്യ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മോദിയോ ജയശങ്കറിനെ ബന്ധിപ്പിക്കുന്ന ഒരു പ്രസ്താവനയും കാനഡ സർക്കാർ പുറത്തിറക്കിയിട്ടില്ല. മാധ്യമ റിപ്പോർട്ട് വെറും ഊഹാപോഹം മാത്രമാണെന്നും സർക്കാർ വ്യക്തമാക്കി. പേര് വെളിപ്പെടുത്താത്ത ഒരു കനേഡിയൻ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന അവകാശവാദങ്ങളെ പരിഹാസ്യമായ പ്രസ്താവനകൾ എന്ന ലേബലിൽ പൂർണ്ണമായും തിരസ്കരിക്കുകയാണെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. മോശമായ പ്രചാരണങ്ങൾ ഇന്ത്യ കാനഡ ബന്ധത്തെ കൂടുതൽ വഷളാക്കുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടിരുന്നു. വ്യാഴാഴ്ചയാണ് നിജ്ജറിന്റെ മരണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർക്ക് ബന്ധമുണ്ടെന്ന് കനേഡിയൻ മാധ്യമമായ ഗ്ലോബ് ആൻഡ് മെയിൽ റിപ്പോർട്ട് ചെയ്തത്. ഇന്ത്യ കാനഡ ബന്ധത്തിൽ വിള്ളലുണ്ടാക്കാൻ ലക്ഷ്യമിട്ട് പാക് ചാർ സംഘടനയായ ISI ആണ് നിജ്ജറിന്റെ വധത്തിന് കളമൊരുക്കിയതെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. നിജ്ജറിനെ വധിക്കാൻ ISI ക്രിമിനലുകളെ വാടകയ്ക്കെടുത്തിരുന്നുവെന്നും നിജ്ജർ വധത്തിന് പിന്നാലെ ഇയാൾക്ക് പകരക്കാരൻ ISI തേടുന്നതായും കാനഡയിലെ ഖലിസ്ഥാൻ അനുകൂല തീവ്രവാദികളെ ഒന്നിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നതായിട്ടായിരുന്നു റിപ്പോർട്ടിൽ പറയുന്നത്. ജൂൺ 18-നായിരുന്നു ഖലിസ്ഥാൻവാദിയായ ഹർദീപ് സിംഗ് നിജ്ജർ കാനഡയിലെ ബ്രിട്ടീഷ് കൊളംബിയയിൽ കൊല്ലപ്പെട്ടത്. കൊലപാതകത്തിന് പിന്നിൽ ഇന്ത്യൻ ഏജന്റുകളാണെന്ന് കാനഡിയൻ സർക്കാർ ആരോപിക്കുകയായിരുന്നു. ഇതേ തുടർന്നായിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര പ്രതിസന്ധി ഉടലെടുത്തതും. ഇരു രാജ്യങ്ങളും നയതന്ത്ര പ്രതിനിധികളെ തങ്ങളുടെ രാജ്യത്തു നിന്നും പുറത്താക്കിയിരുന്നു. ഇതോടെ ഇന്ത്യ കാനഡ ബന്ധം പൂർണ്ണമായ അസ്വാരസ്യത്തിലേക്ക് നീങ്ങുകയായിരുന്നു. എന്തായാലും ട്രൂഡോ ഇപ്പോഴുള്ള മനമാറ്റത്തോടെ ഇന്ത്യക്കെതിരായ നീക്കങ്ങളിൽ നിന്നും കാനഡ ചുവടുമാറ്റുകയാണോ? ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ മഞ്ഞുരുകൾ ഉണ്ടാകുമോ എന്ന ചോദ്യങ്ങളും ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട്. ജൂൺ 18-നായിരുന്നു ഖലിസ്ഥാൻവാദിയായ ഹർദീപ് സിംഗ് നിജ്ജർ കാനഡയിലെ ബ്രിട്ടീഷ് കൊളംബിയയിൽ കൊല്ലപ്പെട്ടത്. കൊലപാതകത്തിന് പിന്നിൽ ഇന്ത്യൻ ഏജന്റുകളാണെന്ന് കാനഡിയൻ സർക്കാർ ആരോപിക്കുകയായിരുന്നു. ഇതേ തുടർന്നായിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര പ്രതിസന്ധി ഉടലെടുത്തതും.